കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്തിൽ കർത്താവിന് മഹത്വം കരയേറ്റുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവിനിക്കുക വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ചില പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയാതെ, ചില ബുദ്ധിമുട്ടുകൾ വന്ന് വഴിമുട്ടി നിൽക്കുന്നതുപോലെ ചില പ്രതിസന്ധികൾ നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എത്രയോ കാലങ്ങളായി അനുഭവിക്കുന്ന ചില പ്രതിസന്ധികൾ വഴിമാറാതെ, അതിനെ മറികടക്കാൻ കഴിയാതെ വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ നോക്കി ഒരു ആലോചന കൈമാറാൻ ആഗ്രഹിക്കുന്നു. യോശുവയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. സാരെഥാന് സമീപത്തുള്ള ആദാ പട്ടണത്തിനരികെ ബഹുദൂരത്തോളം ചിറ പോലെ പൊങ്ങി രാബയിലെ കടലായ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം വാർന്നുപോയി. ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു. പ്രൈസ് ദി ലോർഡ്. വളരെ സുപരിചിതമേറിയ, ഒട്ടേറെ പ്രാവശ്യം വായിച്ചും ദൈവിക സന്ദേശങ്ങൾ കേട്ടിട്ടുമുള്ളൊരു വാക്യഭാഗമാണ് ആ 3-4 യോശുവയുടെ പുസ്തകത്തിലെ അധ്യായങ്ങൾ നമുക്ക് നൽകി തരുന്നത്. എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകി തന്നൊരു ചിന്തയാണ് ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് കൈമാറാൻ ആഗ്രഹിക്കുന്നത്. ചിലരോട് ചോദിച്ചാൽ ചിലർ പറയുന്ന അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ കൈമാറാറുണ്ട്. പാസ്റ്റർ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരുപാട് പേരെ വിളിച്ച് ഞങ്ങൾ പ്രാർത്ഥനാവിഷയങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഉപവസിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, എന്നാൽ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധി മാത്രം മാറുന്നില്ല. പ്രതിസന്ധികൾക്കൊരു മാറ്റവും ഉണ്ടാകുന്നില്ല, പ്രതികൂലങ്ങൾക്കൊരു മാറ്റവും ഉണ്ടാകുന്നില്ല. എന്നാൽ പ്രാർത്ഥനയുണ്ട്, സ്തോത്ര കാഴ്ച കൊടുക്കുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, ഹല്ലേലൂയ, ഉപവസിക്കുന്നുണ്ട്, അറിയാവുന്ന പാസ്റ്റർമാരെ മുഴുവനും വിളിക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ പ്രതിസന്ധികൾക്കോ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾക്കോ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവവചനത്തിന്റെ പ്രത്യേകത അത് വായിച്ചാൽ, അത് കേട്ടാൽ, അതനുസരിച്ചാൽ ജീവിതത്തിൽ വലിയ നന്മകളും വലിയ അനുഗ്രഹത്തിനും കാരണമായി മാറുവാനിടയായിത്തീരും. ഇവിടെ അവസാന സെന്റൻസ് ഇങ്ങനെയാണ്: ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു. ഞാൻ ആ പദം പറഞ്ഞെൻ്റെ പ്രിയമുള്ളവരെ ഒരു പ്രവചന ശബ്ദമായി ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ചില മറികടക്കത്തില്ല എന്ന് പറഞ്ഞ ചില പ്രതിസന്ധികൾ, മറുകര കാണത്തില്ലെന്ന് പറഞ്ഞ ചില ജീവിതങ്ങളെ, ആ രോഗമായിക്കോട്ടെ, ആ കടമായിക്കോട്ടെ, ആ ഒറ്റപ്പെടലുകളായിക്കോട്ടെ, തലമുറകളുടെ ഭാവി ആയിക്കോട്ടെ, മറുകര കാണത്തില്ല, ഇതെങ്ങും എത്തിപ്പെടത്തില്ല എന്ന് വെല്ലുവിളിച്ച, വിധി എഴുതിയ ചില പ്രതികൂലങ്ങളെ, ചില പ്രതിസന്ധികളെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. ആ സ്തോത്രം. ജനം യെരിഹോവിന് നേരെ മറുകര കടന്നു എന്ന് വായിച്ച അതേ വേദഭാഗം നിങ്ങൾ ചില ദൈവപ്രവർത്തികൾ ജീവിതത്തിൽ അനുഭവിച്ചു തുടങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. എങ്ങും എത്തിപ്പെടത്തില്ല എന്ന് പറഞ്ഞ ജീവിതത്തിന്റെ ചില അവസ്ഥകൾ, എങ്ങുമെങ്ങും എത്തിപ്പെട്ട് ഒരു നന്മ കാണത്തില്ല എന്ന് പറഞ്ഞ ചില കുടുംബങ്ങൾ, പ്രൈസ് ദി ലോർഡ്, തലമുറ വിദ്യാഭ്യാസത്തിൽ മുന്നേറാൻ കഴിയുന്നില്ല, അവരുടെ ഭാവിയിൽ മുന്നേറാൻ കഴിയുന്നില്ല. ഒരു സമയം കഴിഞ്ഞപ്പോൾ അവർ തിരിഞ്ഞു നിൽക്കുക മാതാപിതാക്കളോട്. അവർ റെസിസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ സ്തോത്രം. മാതാപിതാക്കൾക്ക് അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നതുപോലെ അവരെ വല്ലാതെ വലച്ചുകൊണ്ട് അവരുടെ ഭാവിയെ തന്നെ താളം തെറ്റിച്ചു കളയുന്ന ചില ജീവിതത്തിന്റെ ഭാരവുമേറി നടക്കുന്ന ചില മാതാപിതാക്കളെ നോക്കി ദൈവാത്മാവിൽ കൈമാറുന്നു. നിങ്ങളുടെ തലമുറകളെ നോക്കി അനുഗ്രഹിക്ക്, നിങ്ങളുടെ തലമുറകളെ നോക്കി പ്രാർത്ഥിക്ക്. ഇവരൊരു അനുഗ്രഹമായി മാറാൻ തുടങ്ങുന്നു. ഇവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ തുടങ്ങുന്നു. ഇവൻ ദൈവത്താൽ ഇവനൊരു മാറ്റം വരാൻ തുടങ്ങുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവനെ ശമിച്ചവരെ കൊണ്ട് തന്നെ അനുഗ്രഹിപ്പിക്കുന്ന ഒരു ദൈവമാണെന്ന് തലമുറകളെ നോക്കി പറ.
നിങ്ങളുടെ കുടുംബത്തെ നോക്കി തകർച്ചകൾ മാത്രം കണ്ടിരുന്ന് വിലപിക്കാനല്ല, തകർച്ചകൾ മാത്രം കണ്ടിരുന്ന് കരഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാനല്ല. നിങ്ങളുടെ കുടുംബത്തെ നോക്കി നിങ്ങൾ ആത്മാവിൽ പ്രവചിക്ക്. അധരങ്ങളെ തുറന്നു പറ. എന്റെ കുടുംബത്തിനകത്തെ സ്ഥിതിവിശേഷങ്ങളെ, എന്റെ കുടുംബത്തിനകത്തെ ആ പ്രതിസന്ധി കാലഘട്ടത്തെ എടുത്തുമാറ്റി വലിയ ദൈവപ്രവർത്തികൾ ചെയ്യാൻ ദൈവം കൃപ ചെയ്യുമെന്ന് ആത്മാവിൽ നിങ്ങളുടെ കുടുംബങ്ങളെ നോക്കി നിങ്ങൾ പറയാൻ തുടങ്ങുക. കർത്താവിൽ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പറയുന്നത് പത്രോസിന്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് അനുഗ്രഹിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ ശകാരിക്കുന്നവരെ നോക്കി അനുഗ്രഹിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ കുറഞ്ഞു പോയെന്ന് പറയാം, കഴിവില്ലാത്തവരെന്ന് പറഞ്ഞേക്കാം, നമുക്ക് പ്രതികരിക്കാൻ കഴിവില്ലാത്ത വ്യക്തിയാണെന്ന് പറഞ്ഞേക്കാം, പച്ച മലയാള ഭാഷയിൽ പറഞ്ഞ നട്ടലില്ലാത്തവരെന്ന് പറഞ്ഞേക്കാം. പ്രൈസ് ദി ലോർഡ്. അതൊരു പ്രയാസമല്ല, പ്രതിസന്ധിയല്ല പ്രിയപ്പെട്ടവരെ. ദൈവത്തിന്റെ വചനം പറയുന്നു അവരെ അനുഗ്രഹിക്കാം, അവർ നന്മ പ്രാപിക്കട്ടെ, അവരനുഗ്രഹിക്കപ്പെടട്ടെ. ഇത് മകൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നിങ്ങളോട് കൈമാറാൻ നൽകി തന്നൊരു ദൈവശബ്ദമാണ്. ചില മറുകര കാണാൻ കഴിയാതെ ചിലത് നീന്തുന്നുണ്ട്, വെള്ളത്തിൽ തുഴയുന്നുണ്ട്. ആ വിഷ്ണുദ്ര എന്നാൽ എങ്ങും എത്തിപ്പെടാൻ കഴിയാതെ, ആ തുഴച്ചിലിന് ഒരന്ത്യം കാണാൻ കഴിയാതെ വല്ലാതെ സ്ട്രഗിൾ ചെയ്ത ചില ജീവിതങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു. ഇവിടെ വായിച്ച വേദ ഭാഗം പോലെ ജനബെരിഹോവിന് നേരെ മറുകര കടന്നു. പ്രൈസ് ദി ലോർഡ്. ചിലത് മറുകര കടക്കാൻ പോകുന്നു. ചില പ്രതിസന്ധികളെ നീന്തി കടക്കാൻ പോവുകയാണ്. ചില പ്രതിസന്ധികളുടെ മുകളിലൂടെ നടക്കാൻ പോവുകയാണ്. ചില പ്രതിസന്ധികളെ മറികടക്കുന്ന, ചില പ്രതികൂലങ്ങളെ മറികടക്കുന്ന ഒരു ദൈവത്തിന്റെ കരം പ്രിയപ്പെട്ടവരെ നമ്മുടെ മേൽ ദൈവം ചലിപ്പിക്കും. അടുത്ത വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവയുടെ നിയമപ്പെട്ട ചുമത പുരോഹിതന്മാർ യോർദാന നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. പ്രാർത്ഥിക്കുന്ന ചിലരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അതിന് തൊട്ടുമുമ്പത്തെ വേദഭാഗം ഇങ്ങനെ, കൊയ്ത്തുകാലത്ത് ഒക്കെ യോർദാൻ തീരമെല്ലാം കവിഞ്ഞൊഴുകും. കവിഞ്ഞൊഴുകുന്ന പ്രതിസന്ധിയെ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കാനല്ല, കവിഞ്ഞൊഴുകുന്ന ചില യോർദാനെ നോക്കി കരകവിഞ്ഞൊഴുകയാണല്ലോ, കൊയ്ത്തെല്ലാം നഷ്ടപ്പെടുകയാണല്ലോ, ഇനിയൊരു നന്മ ഉണ്ടാകത്തില്ലല്ലോ, ഇവന്റെ നന്മയുടെ കണ്ടിട്ടൊന്ന് കണ്ണടച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ ഭാഷ എനിക്ക് സഹിച്ചു മടുത്തു എന്ന് പറയുന്നവരുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിങ്ങൾ ആ പ്രതിസന്ധിയെ മറികടക്കാൻ പോകുന്നു. ആത്മാവിൽ എന്നോട് ചേർന്ന് എത്ര പേർക്ക് മഹത്വം കൊടുക്കാൻ കഴിയും? ആ പ്രതിസന്ധിയെ മറികടക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ചലിക്കും. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, ചില പ്രതിസന്ധികളെ മറികടക്കുമെന്നുള്ള വിശ്വാസത്തോടെ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.